ആക്ട് ഫോർ ദ ബെറ്റർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റാണ്. 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റാണ് ആക്ട് ഫോർ ദ ബെറ്റർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്നും അറിയപ്പെടുന്നത്. ഇത് ബ്രിട്ടീഷ് പാർലമെൻറ്റ് നേരിട്ടാണ് നടപ്പിലാക്കിയത്. ഈ ആക്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റ് നേരിട്ടാണ് നടപ്പിലാക്കിയത്. 1858 ഓഗസ്റ്റ് 2-നാണ്. 1858 ഓഗസ്റ്റ് 2-നാണ് ഈ നിയമം പ്രാബല്യത്തിൽ വന്നത്. 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് വഴിയാണ് ഇന്ത്യയുടെ ഭരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കയ്യിൽ നിന്ന് ബ്രിട്ടീഷ് രാജ്ഞി നേരിട്ട് ഏറ്റെടുക്കുന്നത്. അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കയ്യിൽ നിന്നും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നിയന്ത്രണത്തിലാകുന്നത് 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് വഴിയാണ്. ഈ നിയമം പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വിസ്കൗണ്ട് പാമർസ്റ്റനാണ്. വിസ്കൗണ്ട് പാമർസ്റ്റനാണ് ഈ നിയമം പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത്. ഈ ആക്ട് പ്രകാരം ഇന്ത്യയുടെ ഭരണം നിർവഹിക്കുന്നതിനായി പുതിയൊരു പദവി സൃഷ്ടിച്ചു. ഇപ്പോൾ ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ഇന്ത്യയുടെ ഭരണം നിർവഹിക്കുന്നതിനായി ഒരു പുതിയ പദവി സൃഷ്ടിക്കുന്നു. ആ പദവിയാണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ. ആ പദവി വഹിക്കുന്ന അദ്ദേഹം ബ്രിട്ടീഷ് ക്യാബിനറ്റിലെ അംഗമായിരുന്നു. ഇന്ത്യയുടെ ഭരണകാര്യങ്ങൾ നേരിട്ട് മേൽനോട്ടം വഹിച്ചിരുന്നു. അദ്ദേഹം ഇന്ത്യയുടെ ഭരണകാര്യങ്ങളിൽ നേരിട്ട് മേൽനോട്ടം വഹിച്ചിരുന്നു. സെക്രട്ടറി സ്റ്റേറ്റ് ഫോർ ഇന്ത്യ എന്ന പദവി വഹിച്ച ആദ്യത്തെ ആൾ എഡ്വേർഡ് ഹെൻറി സ്റ്റാലിനാണ്. അപ്പോൾ ഈ സെക്രട്ടറി സ്റ്റേറ്റ് ഫോർ ഇന്ത്യ എന്ന പദവി വഹിച്ച ആദ്യ ആൾ എഡ്വേർഡ് ഹെൻറി സ്റ്റാലിനാണ്. ഏറ്റവും കൂടുതൽ കാലം ഈ പദവി വഹിച്ചിരുന്നത് ലോർഡ് ജോർജ് ഹാമിൽട്ടനാണ് ഏറ്റവും കൂടുതൽ കാലം ഈ പദവി വഹിച്ചിരുന്നത്. ഇന്ത്യയുടെ അവസാനത്തെ സെക്രട്ടറി സ്റ്റേറ്റ് ഫോർ ഇന്ത്യ ആരായിരുന്നു? വില്യം ഫ്രാൻസിസ് ഹാരെയാണ് അവസാനത്തെ സെക്രട്ടറി സ്റ്റേറ്റ് ഫോർ ഇന്ത്യ എന്ന പദവി വഹിച്ചിരുന്നത്. സെക്രട്ടറി സ്റ്റേറ്റ് ഫോർ ഇന്ത്യയെ ഭരണകാര്യങ്ങൾ സഹായിക്കുന്നതിനായി രൂപീകരിച്ച ഇന്ത്യൻ കൗൺസിലിൽ 15 അംഗങ്ങളുണ്ടായിരുന്നു. സെക്രട്ടറി സ്റ്റേറ്റ് ഫോർ ഇന്ത്യയെ ഭരണകാര്യങ്ങൾ സഹായിക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച ഇന്ത്യൻ കൗൺസിലിൽ 15 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഈ കൗൺസിൽ പ്രധാനമായും ഉപദേശക സമിതിയായിട്ടാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് പ്രധാനമായും ഉപദേശക സമിതിയായിട്ടാണ് പ്രവർത്തിച്ചിരുന്നത്.